ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിസ്ത ഫ്ലേവറിൽ ഒരു അടിപൊളി ബർത്ത്ഡേ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു കേക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഇതിനെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വനില എസൻസിൻ്റെ ഫ്ലേവറല്ല എടുക്കുന്നത്, ഇവിടെ പിസ്ത ഫ്ലേവറാണ് എടുക്കുന്നത്. അതൊരു ടീസ്പൂൺ ഒഴിച്ച് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് സ്റ്റെപ്പായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫുഡ് കളറാണ്, പിസ്തയുടെ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനി ഇത് വിസ്ക് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും തട്ടുന്ന രൂപത്തിൽ മിക്സ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക, കാരണം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 kg കേക്കാണ്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്യാം. പിന്നെ ഞാൻ മുമ്പ് ഗ്യാസുമ്മ പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു, പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല കളറും ഉണ്ട്. കളറ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, പൊട്ടിപ്പോവാതെ നോക്കണം. 3 പീസാക്കിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസിങ് ചെയ്യാം. ടേൺ ടേബിളിൻ്റെ മുകളിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് നമുക്ക് ലെയർ ആക്കിയിട്ട് ഐസിങ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പാലും ചേർത്ത ഷുഗർ സിറപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് ഐസിങ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് പിസ്ത ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ അതുപോലെ 3 ലെയറും വെച്ച് നമുക്ക് ഫസ്റ്റ് കോട്ടിങ് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം സെക്കൻഡ് കോട്ട് ചെയ്യാണ്. അപ്പം നമ്മളുടെ സെക്കൻഡ് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വാലറ്റ് നൈഫ് കൊണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം.
ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാം. ഒരു വിപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലിട്ട് ബോർഡർ വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിൽ വരച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ വരക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വിപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ക്രീം മെൽറ്റാക്കി എടുത്തതാണ്. അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് പലതും വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഹലോ കിറ്റിയുടെ ഇമേജാണ് വരച്ചെടുക്കുന്നത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ നോസിലിട്ട് ചെറിയ സ്റ്റാർ നോസിലിട്ട് ഡോട്ടിട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ. ക്രീം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിപ്പിംഗ് ബാഗിൻ്റെ തലപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ ചെറിയ നോസിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. നന്നായിട്ട് കവർ ചെയ്യാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ ബോൾ ഇടുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഷുഗർ ബോളറ്റ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നൊരു കേക്കാണ്. നല്ല സൂപ്പർ, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ.